أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض أعدت للمتقين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും അവൻ്റെ കൽപ്പനകളും വിധിവിലക്കുകളുമെല്ലാം ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും വളരെ കൃത്യമായി പാലിച്ചുകൊണ്ട് പരമാവധി തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണേ എന്ന് എന്നോടും എല്ലാവരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഏതു സമയവും അള്ളാഹുവിൻ്റെ വിധിക്ക് കീഴ്പ്പെടേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആ ഒരു വിചാരത്തോടുകൂടിയും ചിന്തയോടുകൂടിയും നമ്മൾ ജീവിക്കണം. അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരടിമയായി ജീവിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഭൗതികമായ നമ്മുടെ സാഹചര്യങ്ങൾ അതെന്തുമാകട്ടെ, ഓരോരുത്തർക്കും വ്യത്യസ്തമായ പരിപാടികളും പദ്ധതികളുമൊക്കെ ഉണ്ടായിരിക്കും. ഇതിൻ്റെയൊക്കെ ഇടയിൽ തിരക്ക് പിടിച്ച നമ്മുടെ ഈ ദുനിയാവിലെ ഭൗതികമായ നമ്മുടെ ഈ ജീവിതത്തിൽ സ്വർഗമാണല്ലോ നമ്മുടെ ലക്ഷ്യം. അത്യധികമായ നമ്മുടെ സ്വർഗം എന്ന നമ്മുടെ ചിന്തക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ നമ്മൾ സമർപ്പിക്കുകയും അതിനുവേണ്ടിയുള്ള പണി ഓരോരുത്തരും ചെയ്തുകൊണ്ടാണ് നമ്മുടെ കുറഞ്ഞ കാലം എത്രയോ അത്രയും നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഏതായിരുന്നാലും നമുക്ക് പ്രതിഫലം കിട്ടണം. അപ്പോൾ ഭൗതികമായി ദുനിയാവിൽ നമ്മൾ ചെയ്യുന്ന ജോലികൾ അതേത് തരത്തിലുള്ള ജോലിയാണെങ്കിലും അതിൻ്റെ പ്രതിഫലം നമ്മൾക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ കോടതി കയറും, ഏതറ്റം വരെ പോകാനും നമ്മൾ തയ്യാറാണ്. അപ്പോൾ പരലോകം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ജോലി, ആ ജോലിക്ക് അർഹമായ പ്രതിഫലം നമ്മൾക്ക് കിട്ടണം. അത് കിട്ടിയേ മതിയാകൂ എന്ന ചില താല്പര്യം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകുകയും അതിനനുസരിച്ച് അതിൻ്റെ യഥാർത്ഥമായ വശം ചോർന്നു പോകാതെ അത് പൂർണ്ണമായ അർത്ഥത്തിൽ അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടുന്ന ഒരവസ്ഥ നമ്മൾക്കുണ്ടാകണം. എങ്കിലേ അത് സ്വർഗം കിട്ടാൻ പ്രാപ്തമാകൂ. എത്രയോ ആളുകളുണ്ട്, ധാരാളം പണിയെടുക്കുന്നുണ്ട്, ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഖുർആൻ പറയുന്നത് അല്ലദീന നല്ല സഹീഹും ഫിൽ ഹയാത്തി ദുനിയ, അവരുടെ പ്രവർത്തനങ്ങളും പരിശ്രമങ്ങളും ഒക്കെ ഈ ദുനിയാവിൽ പാഴായി പോയിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോൾ ഓരോരുത്തരും വിചാരിക്കുന്നത് അന്നഹും യുഹ്സിനൂന സുൻആ, ഓരോരുത്തരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പം ഏതുമാകട്ടെ
ഏതൊരാളും ഏതൊരു പ്രവൃത്തിയും ചെയ്യുമ്പോൾ അവർ വിചാരിക്കുന്നുണ്ടാകാം അന്നഹും യുഹ്സിനൂന സുൻആ, ഇത് ഏറ്റവും നല്ലതാണ്, ഇതെനിക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടാൻ മാത്രം അർഹമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാകാം. പക്ഷേ ഖുർആൻ പറയുന്നത് അവരുടെ പ്രവർത്തനങ്ങളും പരിശ്രമങ്ങളുമെല്ലാം പാഴായി പോയിട്ടുണ്ട്. അതിന് പല കാരണങ്ങളും ഖുർആൻ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം സ്വർഗം മാത്രമാണ്. അത് ലഭിക്കണമെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ 100% ആത്മാർത്ഥവും അത് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ആകണം എന്നതാണ്. അപ്പൊ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകാതെ അത് ഒരിക്കലും ഒരു നഷ്ടത്തിന്റെ പട്ടികയിൽ ചേർക്കപ്പെടാതെ ആകണം. അപ്പോഴേ നമ്മൾക്ക് സ്വർഗം കിട്ടൂ. എന്താണ് സ്വർഗം? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കത് വിശദീകരിച്ചു തന്നു. ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കൂടെ നമ്മൾക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഉഇദ്ദത് ലിഇബാദി അസ്വാലിഹീൻ, എൻ്റെ അടിമകൾക്ക്, സ്വാലിഹീങ്ങളായിട്ടുള്ള ഏറ്റവും നല്ല അടിമകൾക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മാല ഐനുൻ റഅത്ത്, ഒരു കണ്ണും ലോകത്ത് ഒരു കണ്ണും അത് ദർശിച്ചിട്ടില്ല, ഇന്നോളം കണ്ടിട്ടില്ല. വല ഉദുനുൻ സമയത്ത്, ഒരു കാതും ഇന്നേ വരെ കേട്ടിട്ടില്ല. വല ഖതറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യന്റെയും ചിന്തയിൽ, അവന്റെ ഹൃദയത്തിൽ അത്തരം ഒരു എന്താണ് എന്ന് ഒരു തോന്നല് പോലും ഇല്ലാത്ത, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനസ്സുകൊണ്ട് ഊഹിച്ചെടുക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒന്ന് യഥാർത്ഥ ഇഖ്ലാസുള്ള സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാണ് സ്വർഗം. അത് റെഡിയെ, അത് അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള കാര്യമാണ്. ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അയ്യുൻ, ഒരാൾക്കും ഒരു നിഗമനവും അതിനെ സംബന്ധിച്ച് ഒരു രൂപത്തിലും കണക്ക് നമ്മൾക്ക് ഖുർആൻ പറഞ്ഞു തരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നത് അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ അത് ഇന്ന് വരെ ഒരാൾക്കും ദർശിക്കാൻ, അല്ലെങ്കിൽ നമ്മളെ കണ്ണുകൊണ്ട് കാണാനോ കേൾക്കാനോ അല്ലെങ്കിൽ ഒന്നും സാധിക്കാത്ത വിധം അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളതാണ് സ്വർഗം എന്ന് പറയുന്നത്. അതിന് 7 കവാടങ്ങളുണ്ട് എന്ന് ഖുർആൻ. സമാനിയത്തു അബ്വാബ്, 7 കവാടങ്ങൾ ഉള്ളതാണ് സ്വർഗമെന്ന് ഖുർആനിലൂടെ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പല സന്ദർഭങ്ങളിലായി അത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതാണ് സ്വർഗം. ആ സ്വർഗം കിട്ടണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അത് കിട്ടാനുള്ള വഴികൾ അതാണല്ലോ ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും അവൻ പരതേണ്ടതും അവൻ പഠിക്കേണ്ടതും അവൻ മനസ്സിലാക്കേണ്ടതും അവൻ ഉൾക്കൊള്ളേണ്ടതും. അതിലേറ്റവും ഒന്നാമത്തത് വിശ്വാസമാണ്. അടിസ്ഥാനപരമായി സ്വർഗം കിട്ടണോ, വിശ്വാസം കളങ്കമില്ലാത്തതാകണം. അഴകുഴഞ്ഞ വിശ്വാസത്തിന് അള്ളാഹുവിന്റെ പക്കൽ യാതൊരു സ്ഥാനവുമില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസമാണ് അടിസ്ഥാനമെന്ന് അത് വിളിച്ചു പറയാൻ വേണ്ടി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ഖത്താബിനെ വിളിച്ചുകൊണ്ട് ഉമർ ഖത്താബിനോട് റസൂലുള്ളാഹി പറഞ്ഞു, യാ ഇബ്നുൽ ഖത്താബ്, ഇബ്നുൽ ഖത്താബ്, ഉമർ ഖത്താബിനെ വിളിച്ചുകൊണ്ട് പറയാ, ഇദ്ഹബ്, നീ പോകണം, ഫനാദി ബിന്നാസ്, ഫനാദി ബിന്നാസ്, ജനങ്ങളോട് വിളിച്ചു പറയണം. എന്താണ് വിളിച്ചു പറയേണ്ടത്? ഇന്നഹു ലാ യദ്ഖുലുൽ ജന്നത ഇല്ലൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങളല്ലാത്ത ഒരാളും വിശ്വാസിയല്ലാത്ത ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന കാര്യം വിളിച്ചു പറയാൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ഖത്താബിനെ ഏൽപ്പിക്കുക.
അത് റസൂലുള്ളാഹി പറഞ്ഞ അതേ കാര്യം ഉമർ ഖത്താബ് ജനങ്ങളെ വിളിച്ചു പറയുന്നു, വിശ്വാസമുണ്ടോ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം. വിശ്വാസം എന്ന് പറയുന്നത് കേവലം ഒരു മംഗാല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുതെ അങ്ങ് പറഞ്ഞത് കൊണ്ട് സ്വർഗപ്രവേശം സാധ്യമല്ല. അത് ജീവിതം നമ്മൾ സമർപ്പിക്കണം, സമർപ്പിതമായ ജീവിതം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഇത് ജീവിതം സാക്ഷിയാകണം. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ സമർപ്പിക്കണം. വിശ്വാസത്തിലൂന്നിയ പ്രവർത്തനങ്ങള്, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കർമ്മങ്ങള്, ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് സ്വർഗം എന്ന് പറയുന്നത് ലഭ്യമാവുക. ഇതാണ് ഏറ്റവും ഒന്നാമത്തേത്, വിശ്വാസം. രണ്ടാമത്തേത് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ അത് വെറുതെ അങ്ങ് പറയാനുള്ളതല്ല, അത് ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ ഒരു ശക്തിയും ഒന്നുമില്ല എന്ന അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹനെന്ന അതിന്റെ ആ കാമ്പ്, തൗഹീദിന്റെ അകക്കാമ്പ്, അതാണ് നമ്മൾ പുലർത്തി വരേണ്ടത്. ഏതെങ്കിലും നിലക്ക് ശിർക്ക് നമ്മുടെ ശരീരത്തില്, നമ്മുടെ ജീവിതത്തില്, നമ്മുടെ പ്രവർത്തനത്തില്, നമ്മുടെ നോട്ടത്തില്, നമ്മുടെ ഇടപെടലുകളില് അത് കടന്നു വന്നാൽ വമയുശിരിക്കു ബില്ലാഹ്, ഏതെങ്കിലും വിധേനെ ശിർക്ക് കടന്നു വന്നാൽ ഹറമ അലൈഹിൽ ജന്ന, അവനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗം ഹറാമാകുന്നു, നിഷിദ്ധമാകുന്നു. അത് നസ്സാണ്, ഖണ്ഡിതമാണ്, അതിൽ സംശയിക്കാൻ ഒരു വകയുമില്ല എന്ന നിലക്കാണ് ഖുർആൻ വളരെ വ്യക്തമായി നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത്, തൗഹീദിന്റെ ഒന്നാമത്തെ ആ വാചകം, അത് ശരിക്കും അറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനം. عن عثمان رضي الله عنه قال قال رسول الله صلى الله عليه وسلم, رسول الله صلى الله عليه وسلم പറഞ്ഞു, മൻ മാത വഹുവ യഅലമു, വെറുതെ അങ്ങ് മരിച്ചതല്ല, മൻ മാത വഹുവ യഅലമു ലാ ഇലാഹ അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് അത് വെറുതെ അങ്ങ് പറയാൻ കഴിയുമെന്ന് നമ്മൾ ആരും ധരിക്കണ്ട. മരണത്തിന്റെ വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിക്കാൻ നമ്മൾക്ക് കഴിയണോ? നമ്മുടെ ജീവിതം അതിന് സാക്ഷിയായി നമ്മൾ ജീവിക്കണം. അല്ലാതെ മരണവേളയിൽ അതിന് കഴിയില്ല, അങ്ങനെ തോന്നില്ല, അങ്ങനെ തോന്നാൻ, അങ്ങനെ ചെല്ലാനുള്ള സാഹചര്യം ഒരിക്കലും ഉണ്ടാകൂല, അതിലൊരു സംശയവുമില്ല. ഏതെങ്കിലും ഒരു വ്യക്തി അറിഞ്ഞുകൊണ്ട് ജീവിതം, സമർപ്പിത ജീവിതം നയിച്ച് മരണത്തിന്റെ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ചുകൊണ്ടാണ് ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ ദഖലൽ ജന്ന, അവന് സ്വർഗാവകാശിയാണ്, അതിലൊരു സംശയവുമില്ല. അപ്പം ആരാണ് സ്വർഗാവകാശി? ഒന്ന്, വിശ്വാസിയായിരിക്കണം. രണ്ട്, വിശ്വാസത്തിന്റെ അടിസ്ഥാന ഘടകമായ തൗഹീദ് എന്ന് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ജീവിതത്തിൽ പകർത്തി അവസാനം വിട പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ച് മരിക്കാൻ സാധിച്ചുവെങ്കിൽ അവർക്കും സ്വർഗത്തിൽ പ്രവേശിക്കാം. മൂന്നാമതായി ആരാണ് സ്വർഗാവകാശി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതും ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറയാ, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എൻ്റെ ഉമ്മത്ത് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും, ഇല്ലാ മൻ അബാ, അബാ ഒരു കൂട്ടർ ഒഴികെ, വിസമ്മതം പ്രകടിപ്പിച്ചവർ ഒഴികെ. എല്ലാവരും സ്വർഗാവകാശികളിൽ സ്വർഗക്കാര് സ്വർഗത്തിലേക്ക് പോകുമ്പോ, റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് സ്വർഗത്തിലേക്ക് പോകുമ്പോ ഒരു വിഭാഗം ആളുകൾ അതിലേക്ക് പോകൂല. ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവരാണ്. അപ്പൊ കാലു, സഹാബികൾ ചോദിച്ചു, മൻ യഅ്ബാ യാ റസൂലല്ലാഹ്, ഈ വിസമ്മതിച്ചവർ എന്ന് പറഞ്ഞാൽ അതേത് കൂട്ടരാണ് എന്ന് റസൂലുള്ളാഹിയോട് ചോദിച്ചപ്പോ ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന,
എന്നെ അനുസരിച്ചവൻ, എന്നെ പരിപൂർണമായും ഉൾക്കൊണ്ടിട്ടുള്ളവൻ, എന്റെ സുന്നത്തിനെ ഇത്തിബാഅ് ചെയ്തിട്ടുള്ളവൻ സ്വർഗാവകാശിയാണ്. എന്നെ ധിക്കരിച്ചവൻ, എന്റെ സുന്നത്ത് ജീവിതത്തിൽ പകർത്താത്തവൻ ഫഖദ് അബാ, അവനാണ് വിസമ്മതം കാണിച്ചവൻ. വളരെ കൃത്യമാണ്, വളരെ കൃത്യമാണ്. സ്വർഗാവകാശിയായ ആരായിരിക്കും? ആരാണ് സ്വർഗത്തിലേക്ക് പോവുക? റസൂലുള്ളാഹിനെ അനുസരിച്ചവൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് കൃത്യമായി ജീവിതത്തിൽ പാലിച്ചവൻ. വമൻ റഗിബ അൻ സുന്നതി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സുന്നത്തിനോട് എതിര് പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ബിദ്അത്തിന്റെ ആളുകളാണ്. സുന്നത്തിന്റെ നേരെ വിപരീതമാണല്ലോ ബിദ്അത്ത്. അപ്പോ ബിദ്അത്ത് ചെയ്യുകയും ബിദ്അത്തിന്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗം കാണാൻ സാധ്യമല്ല. അത് റസൂലുള്ള വളരെ കൃത്യമായി പറഞ്ഞു. എന്നെ അനുസരിച്ചവൻ അവൻ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിലാണ്. എന്നാൽ എന്നെ ധിക്കരിച്ചവൻ, വമൻ അസ്വാനി, എന്നെ ധിക്കരിച്ചിട്ടുള്ളവൻ, എന്റെ സുന്നത്ത് അത് കേൾക്കുമ്പോ അതെന്റെ ബുദ്ധിക്ക് പറ്റുന്നില്ല. ചിലർക്ക് അങ്ങനെയുണ്ട്. ചില കാര്യം ചെയ്യണമെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ ബുദ്ധിക്ക് പറ്റൂല എങ്കിൽ അതങ്ങ് ഒഴിവാക്കൂ. ബുദ്ധിക്ക് പറ്റിയത് എടുക്കുക. റസൂലുള്ള പറഞ്ഞത് ലോകത്ത് ചർച്ച ചെയ്യപ്പെടാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് വിശദീകരണമില്ലാതെ റസൂലുള്ള പറഞ്ഞത് അപ്പടി വിശ്വസിക്കുക എന്നുള്ളതാ. ലോകത്ത് ആരുടെയും വാക്ക്, ഏതെങ്കിലും ഒരാളുടെ വാക്ക് സ്വീകരിക്കപ്പെടാൻ യോഗ്യതയുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹിന്റേത് മാത്രമേ ഉള്ളൂ. അതങ്ങനെ തന്നെ വിശ്വസിക്കണം. അതിന് നമ്മൾ പിന്നെ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കാൻ പാടില്ല. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, എന്നെ ഇത്തിബാഅ് ചെയ്തവൻ, എന്റെ സുന്നത്തിനെ പിൻപറ്റിയിട്ടുള്ളവൻ അവൻ സ്വർഗാവകാശിയാണ്. അല്ലാത്തവനോ അവൻ നരകത്തിലേക്ക് പോകുന്നവനാണ്. റസൂലുള്ള പറയാത്ത വാക്കുകൾ ആരെങ്കിലും പറഞ്ഞാൽ, റസൂലുള്ള ചെയ്യാത്തത് ആരെങ്കിലും ചെയ്താൽ അവരെ സംബന്ധിച്ചെന്താ റസൂലുള്ള പറഞ്ഞേ? അവൻ നരകത്തിൽ ഒരു സീറ്റ് റിസർവ് ചെയ്തു കൊള്ളട്ടെ എന്നാ. അപ്പൊ റസൂലുള്ള പറയാത്തതോ, റസൂലുള്ള ചെയ്യാത്തതോ, റസൂലുള്ള അംഗീകാരം നൽകാത്തതോ അത് ബിദ്അത്താ. അസ്സുന്ന, സുന്ന എന്ന് പറഞ്ഞാൽ മാ സന്നഹു റസൂലുള്ളാഹ്, റസൂലുള്ള സുന്നത്തായി കാണിച്ചു തന്നതാ. ഏത് വിഷയമാണ് റസൂലുള്ള പഠിപ്പിക്കാതെ പോയത്? ഏത് വിഷയമാണ് റസൂലുള്ള കാണിച്ചു തരാത്ത, റസൂലുള്ള പഠിപ്പിക്കാത്ത ഒരു സംഗതിയും റസൂലുള്ളാന്റെ 23 കൊല്ലക്കാലത്തെ ജീവിതത്തിൽ റസൂലുള്ള മുഴുവനും അത് കാണിച്ചു, പ്രാവർത്തികമാക്കി കാണിച്ചു, പഠിപ്പിച്ചു തന്നിട്ടാണ് റസൂലുള്ള ഈ ലോകത്തോട് വിട പറഞ്ഞത്. അവസാനം റസൂലുള്ള പറഞ്ഞു, ഹൽ യാ ബല്ലഗ്തു യാ ഹൽ യാ ബല്ലഗ്തു, അല്ല ഇത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ മതമായി നിങ്ങൾക്ക് അംഗീകാരം നൽകി തൃപ്തിപ്പെടുത്തി തന്നു, എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. എന്നിട്ട് റസൂൽ ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് എല്ലാം എത്തിച്ചു തന്നിട്ടില്ലേ? യെസ്. എല്ലാവരും ഉച്ചസ്ഥരം നഅം നഅം യാ റസൂലല്ലാഹ്, അതേ റസൂലുള്ള എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഫൽയുബല്ലിഗ് അൽ അശ്ശാഹിദു അൽ ഗായിബ, ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇത് നമ്മൾ നിർവഹിക്കണം. അപ്പൊ സ്വർഗം കിട്ടാൻ റസൂലുള്ളാഹിനെ ഇത്തിബാഅ് ചെയ്യുക, അതിൽ യാതൊരു സംശയവുമില്ലാത്ത വിധം അതങ്ങനെ തന്നെ ചെയ്താൽ സ്വർഗം കിട്ടും. നാലാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സ്വർഗം നമസ്കാരമാണ്. നമസ്കാരം അത് അള്ളാഹുവിന് ചെയ്യുന്ന, നമ്മൾ ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമസ്കാരാണല്ലോ. നാളെ പരലോകത്ത് നമ്മളോട് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നതും നമസ്കാരത്തെ കുറിച്ചാണ്. കുട്ടികളെ നമ്മൾ നേരത്തെ തന്നെ നമസ്കാരം പഠിപ്പിക്കണമെന്ന് നമുക്കറിയാം. 7 വയസ്സാവുമ്പോൾ നമസ്കാരം പഠിപ്പിക്കണം, ശീലിപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ചില ശിക്ഷാ നടപടികളോട് കൂടി കുട്ടികളെ അങ്ങനെ കൊണ്ടുവരണം. ഇന്ന് ഏത് രക്ഷിതാവാണ് തന്റെ കുട്ടി നമസ്കരിച്ചോ എന്ന് ചോദിക്കുന്ന ഏത് രക്ഷിതാക്കളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? നമ്മൾ അറിയണം. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും നിലക്കൊരു ബർക്കത്ത് ഉണ്ടാവുമോ?
നമ്മുടെ വീട്ടിലെ കുട്ടികൾ കൃത്യമായി നമസ്കരിക്കും. മാതാപിതാക്കൾ അതിനനുസരിച്ച് വളരണം. മാതാപിതാക്കൾ റെഡിയാണോ, കുട്ടികൾ റെഡിയാകും. മാതാപിതാക്കൾ റെഡിയല്ലേ, കുട്ടികൾ റെഡിയാകൂല. അപ്പൊ നമ്മുടെ വീട് പരിപൂർണമായും ഒരു ഇസ്ലാമികമായ സംസ്കാരത്തിന്റെ ആ ഒരു ചുറ്റുപാടിന്റെ അവസ്ഥയിലേക്ക് വരണം. അപ്പോ നിസ്കാരം എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും നിർവഹിക്കേണ്ട ഒരു സംഗതിയാ? ഏതെങ്കിലും സമയത്ത് സമയം കിട്ടുമ്പോൾ ചെയ്യേണ്ട ഒരു സംഗതിയാണോ? ഒരിക്കലും അല്ല. ഏത് തിരക്ക് പിടിച്ച സമയത്തും, ഏത് കച്ചവടത്തിലാണെങ്കിലും, ഏത് തരത്തിലുള്ള ഏർപ്പാടിലാണെങ്കിലും ശരി, ബാങ്ക് കൊടുത്താൽ ജമാഅത്തിന്റെ സമയം തന്റെ പണികൾ നിർത്തിവെച്ച് നമസ്കരിക്കാൻ പോകണം. നിസ്കാരം അങ്ങനെ ചെയ്യണമെന്നാ. അത് ജമാഅത്തായി, അത് കൃത്യസമയത്ത്. നമസ്കാരം എന്ന് പറയുന്നത് അത് സമയബന്ധിതമാ, ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനുള്ളതല്ല. പിന്നെന്തിനാ ബാങ്ക് കൊടുക്കുന്ന പള്ളിയിൽ? പിന്നെ ബാങ്കിന്റെ ആവശ്യമല്ലല്ലോ. നമസ്കാരത്തിന് വരൂ, വിജയത്തിലേക്ക് വരൂ എന്നിങ്ങനെ വിളിച്ചു പറയുന്നത് എന്തിനാ? എല്ലാവരും കൃത്യസമയത്ത് പള്ളിയിൽ വരാൻ വേണ്ടിയാ. വീടുകളിൽ ബാങ്ക് കേൾക്കുന്നുവെങ്കിൽ ആ വീട്ടിൽ നിന്ന് ജമാഅത്തിന് പള്ളിയിലെത്തൽ നിർബന്ധ. അതിലൊരു സംശയവുമില്ല. വീട്ടിൽ നിന്ന് എങ്ങനെങ്കിലും ഒന്ന് കഴിച്ചുകൂട്ടി ആ ഏർപ്പാട് പൂർത്തിയാക്കുന്നുണ്ടല്ലോ, അത് ഒരിക്കലും പുണ്യം കിട്ടാത്ത സംഗതിയാണ്. നിർബന്ധിത സാഹചര്യത്തിലല്ലാതെ അത് പാടില്ല. മാത്രമല്ല, നാളെ പരലോകത്ത് ഒരു വിഭാഗം സ്വർഗത്തിലേക്കും ഒരു വിഭാഗം നരകത്തിലേക്കും ഇങ്ങനെ പോകും. അപ്പൊ നരകത്തിന്റെ അടുത്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, കാവൽക്കാർ. അവിടെ ഏൽപ്പിക്കപ്പെട്ട ചില ജോലിക്കാരുണ്ട്. അവർ ചോദിക്കണോ, എന്താണോ നിങ്ങൾക്ക് പറ്റിപ്പോയത്? നിങ്ങൾ എന്തിനാണോ ഈ നരകത്തിലേക്ക് പോകുന്നത്? അപ്പോ ഓല് പറയുന്ന മറുപടി, ലം നക്കു മിനൽ മുസല്ലീൻ, ലം നക്കു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല എന്ന് മറുപടി പറയുന്ന ഒരവസ്ഥ വരാനുണ്ട് നമുക്ക്. അത് വരുന്നതിന് മുന്നേ ഈ കാര്യങ്ങൾ പൂർത്തിയായി കൃത്യസമയത്ത് അത് നിർവഹിച്ചു കഴിഞ്ഞാൽ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, മിഫ്താഹുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ താക്കോൽ അസ്സലാഹ്, അത് നമസ്കാരമാണ്. വ മിഫ്താഹുസ് സ്വലാഹ്, നമസ്കാരത്തിന്റെ താക്കോൽ അൽ വുളൂ, വുളൂആണ്. വളരെ കൃത്യം. ഏതാ സംശയമുള്ളതിൽ? ഞാൻ ചോദിക്കട്ടെ, ആർക്കാ ഇപ്പൊ നിസ്കരിക്കാൻ സമയമില്ലാത്തത്? എല്ലാവർക്കും സമയമുണ്ട് നിസ്കരിക്കാൻ. ഇബ്ലീസിന്റെ കൂടെ നടക്കുക നമ്മള്. ഇബ്ലീസിന്റെ തോളിൽ കൈവച്ച് മൂപ്പരുമായിട്ട് വർത്താനം പറഞ്ഞ് മൂപ്പരെ ഒത്താശയാക്കി മൂപ്പരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അങ്ങനെ മുന്നോട്ട് പോണു. പിന്നെ എങ്ങനെയാ പള്ളിയിൽ വരാൻ നേരം ഉണ്ടാവുക, നിസ്കരിക്കാൻ നേരം ഉണ്ടാവുക? അപ്പൊ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ഗൗരവത്തിൽ വളരെയധികം പേടിയോടുകൂടിയാണ് നമ്മൾ ഈ വിഷയത്തെ നോക്കിക്കാണേണ്ടത്. നമുക്ക് സ്വർഗമാണോ നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമസ്കാരം അത് അസ്വലാത്തു അലാ വഖ്തിഹാ, റസൂലുള്ളാഹി പറഞ്ഞ അങ്ങനെ നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കണം. അല്ലെ പിന്നെ ളുഹ്ർ, അസ്ർ, മഗ്രിബ് ഇങ്ങനെ വേണ്ടല്ലോ. ളുഹ്ർ അതിന്റെ നേരത്ത്, അസ്ർ അതിന്റെ സമയത്ത്, മഗ്രിബ് അതിന്റെ നേരത്ത്. സുബഹി മഴ പെയ്താലില്ല, ഇല്ലെങ്കിൽ ചൂടെടുത്തിട്ട് ഒരേ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ആൾക്കാർ ഓടി പള്ളിയിലേക്ക് വരും. അവിടെ AC ഉണ്ടാവും. മഴയാകുമ്പം പൊരേ വരൂല, പൊരേ കിടന്നുറങ്ങും. ചൂടാണെങ്കിൽ വീട്ടിൽ കിടന്നാൽ സുഖം കിട്ടൂല. AC ആണെങ്കിൽ നമ്മൾ AC അല്ലേ, പൊരേലത്തെ AC, അതിന് വെറുതെ പൈസ കൊടുക്കണ്ടല്ലോ. പള്ളിയിൽ വന്നാൽ സുഖമായിട്ട് പള്ളിയിൽ AC ഉണ്ടാവും. ലേശം കുറഞ്ഞാൽ അതെന്താ ഇവിടെ തണുപ്പില്ലേ? എന്താ നമ്മളെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുന്നു. അപ്പോൾ സൗകര്യങ്ങളൊക്കെ വളരെ ഉഷാറായിട്ട് എല്ലാവർക്കും ഉണ്ട്, എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ വരൂല. എന്നാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടു കൊള്ളണം എന്ന് നമ്മൾക്ക് നിർദ്ദേശമുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ടാവണം നമ്മൾ ജീവിക്കേണ്ടത്. സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയായി ജീവിക്കുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. തഖ്വല്ലാഹ ഫാനിയ ബിത്തഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാചകം, യൂഷിക്കുൽ ഉമം അൻ തദാഅ അലൈക്കും കമാ തദാഅ അൽ അഖിറതു ഇലൽ കസ്റത്ത്. എല്ലാ സമുദായവും അല്ലെങ്കിൽ മുസ്ലിംകളല്ലാത്ത മറ്റ് ആളുകൾ, മറ്റ് വിഭാഗക്കാർ നിങ്ങളുടെ മേൽ ഇങ്ങനെ കുതിര കയറും, ഓടി വരും നമ്മുടെ മേത്തേക്ക്. കമാ തദാഅ അൽ അഖിറതു ഇലൽ കസ്റത്ത്. ഈ ഭക്ഷണം ആവശ്യമുള്ളവർ ഭക്ഷണത്തളികകളിലേക്ക് നമ്മൾ ധൃതിയിൽ പോകൂലേ, അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ധൃതിയിൽ ഭക്ഷണത്തളികകളിലേക്ക് ചെന്നടുക്കുന്നത് പോലെ ആളുകൾ നമ്മുടെ അടുത്തേക്ക് കയറി വരും. അപ്പോൾ കാലക്കായിൽ ഒരാൾ ചോദിച്ചു റസൂലുള്ളാഹിനോട്, അല്ല വമിൻ ഖില്ലത്തിൻ അഹ്ലി യൗമൈദിൻ യാ റസൂലല്ലാഹ്, അന്ന് നമ്മൾ എണ്ണത്തിൽ കുറവാണോ അല്ലെങ്കിൽ എന്താ സ്ഥിതി എന്ന് ചോദിച്ചു. ആൾക്കാരൊക്കെ പാടെ നമ്മളെ മേത്തേക്ക് കുതിര കയറുന്നത്, അന്ന് ആളുകൾ നമ്മൾ എണ്ണത്തിൽ കുറവായിട്ടാണോ എന്ന് ചോദിച്ചു റസൂലുള്ളാഹിനോട്. അപ്പോൾ റസൂലുള്ള പറഞ്ഞു റസൂലുള്ള പറഞ്ഞു, ഇല്ല, എണ്ണത്തിലൊന്നും ഒരു കുറവുമില്ല. ബൽ അൻതും യൗമൈദിൻ കസീർ, നിങ്ങൾ ധാരാളം ഉണ്ടാകും, പക്ഷേ വലാകിന്നകും ഗുസാഉൻ കൗസാഇസ് സൈൽ, വലിയ മലവെള്ളം വരുന്നില്ലേ, ഈ മലവെള്ളത്തിൽ ഒലിച്ചു വരുന്ന ചണ്ടി ചപ്പ് ചവറുകൾ അതുപോലെയാണ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരായിരിക്കും. ആൾക്കാരുണ്ടാവും, നല്ല നല്ല പേരാ, 2-3 പേരൊക്കെ കൂട്ടിയിട്ടായിരിക്കും പേരിൻ്റെ വലുപ്പം നീളം ഒരു പേജിൽ എഴുതാൻ തന്നെ കഴിയാറ്, അമാതിരി പേരാ. റസൂലുള്ള പറഞ്ഞ എണ്ണത്തിൽ ഭയങ്കര കൂടുതലാണ്, പക്ഷേ ക്വാളിറ്റി ഉണ്ടാവില്ല. അതാ മലവെള്ളത്തിൽ ഒലിച്ചു വരുന്ന ചണ്ടികളെ പോലെയാണ്. ഇത് സത്യത്തിൽ വളരെ ശരിയാണ്. നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, എന്തെല്ലാം വിഷയങ്ങൾ ഓരോ ആഴ്ചകളിലായി ഇസ്ലാമിനെയും ഇസ്ലാമിക സംസ്കാരത്തെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പുറമെയുള്ളതും അകത്തുള്ളതും ഇത് രണ്ടും ഉണ്ട്. പക്ഷെ നമ്മൾക്കൊരു കുലുക്കവും ഇല്ലല്ലോ. ഇതെന്ത് പറഞ്ഞാലും ആര് പറഞ്ഞാലും എന്തൊക്കെ പ്രവർത്തിച്ചാലും അത് നമ്മളങ്ങ് കേൾക്കുക മെണുങ്ങുക എന്നതിനപ്പുറം ഒരു ചർച്ചയും ഈ രാജ്യത്ത് നടക്കുന്നില്ല. ഈ 2 ആഴ്ചയിൽ നടന്ന 2-3 വിഷയങ്ങളുണ്ട്. ഞങ്ങളെ സൂചന നിങ്ങളൊക്കെ അറിഞ്ഞതായിരിക്കും. നമ്മുടെ രാജ്യത്ത് ഇപ്പം അടുത്തൊരു നിക്കാഹ് നടന്നു, സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. പലരും എന്നോട് ചോദിച്ചു, പലരും ഫോൺ ചെയ്ത് ചോദിച്ചു, ഉസ്താദെ ഇപ്പം നിക്കാഹ് നടന്ന ചിത്രങ്ങൾ കണ്ടോ, ഇത് ഇസ്ലാമികമാണോ അല്ലേ? നമ്മൾ എന്തുകൊണ്ട് അത് ചോദിക്കേണ്ടി വരുന്നത്? നമുക്കിതിനെക്കുറിച്ച് ഇസ്ലാമികമായ കല്യാണം എന്താണെന്ന് പോലും അതിൻ്റെ ബാലപാഠം നമ്മൾ പഠിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്. ഞാൻ പറഞ്ഞത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, കല്യാണം എന്ന് പറയുന്നത്, വിവാഹം എന്ന് പറയുന്നത് അതൊരു ബലിഷ്ഠമായ കരാറാണ്. ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞത്, മീസാഖ് അൽ ഖലീൽ, നല്ല ബലിഷ്ഠമായ ഒരു കരാറാണ്. ഈ കരാർ നടക്കണമെങ്കിൽ വലിയ വേണം. വലിയ എന്ന് പറഞ്ഞാൽ വധുവിൻ്റെ ബാപ്പ, വരന് ഉണ്ടാകണം, 2 സാക്ഷികൾ ഉണ്ടായാലും പരസ്പരം അവർ പറയുന്ന ഈജാബ് കബൂൽ എന്നാണ് അതിന് അറബി പറയുക. അവർ പറയുന്ന വർത്തമാനങ്ങളുണ്ട്, അതിന് മറുപടിയുണ്ട്, അതോടുകൂടി വിവാഹം പൂർത്തിയായി. ഇതാണ് ഇസ്ലാമിലെ വിവാഹം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രാമനാട്ടിൽ നടന്നൊരു കല്യാണം, വധുവും വരനും അപ്പുറത്തിരിക്കുക, വധുവിൻ്റെ ബാപ്പ അപ്പുറത്തുനിന്ന് മൈക്കിൽ പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ ചോദിക്കുകയാണ്, അല്ല നിനക്ക് ഓളെ ഇഷ്ടമാണോ, ഓളോട് ചോദിക്കാൻ എനിക്ക് ഓനെ ഇഷ്ടമാണോ, ബാപ്പ ചോദിക്കുകയാണേ മോളോട്. ഇത് മനുഷ്യന്മാർ കണ്ടു നിൽക്കുന്നുണ്ടല്ലോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതിങ്ങനെ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മളിടയിലേക്ക് ഇത്തരത്തിലുള്ള ഒരു ഫാഷനാണെന്ന് വിചാരിച്ച് കൊണ്ടുവരിക. ഈ ഇഷ്ടമാണോ അല്ലേ എന്നുള്ളത് എപ്പോഴാണ് ചോദിക്കേണ്ടത്? ഇത് ഈ കരാർ നടക്കുന്ന സദസ്സെന്നല്ലല്ലോ അത് ചോദിക്കേണ്ടത്. ഇത് കാണലും തൃപ്തിയാകലും ഒക്കെ ഇതിന്റെ മുമ്പേ നടക്കണം. എന്നിട്ട് റെഡിയായി വന്നാൽ പള്ളിയിലോ മറ്റ് സദസ്സിലോ വെച്ച് ആ കരാർ നടക്കുക വേണ്ട. ആ കരാർ ഇവിടെ നടക്കുന്നില്ല. ലാ നിക്കാഹ ഇല്ലാ ബിവലിയിൻ, വലിയില്ലാത്തൊരു നിക്കാഹും ഇസ്ലാമിൽ സ്വീകാര്യമല്ല. അപ്പൊ പച്ചയായി പറഞ്ഞാൽ ആ കല്യാണം ഇസ്ലാമികമല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെ ഉണ്ട്, ഇനി അടുത്ത പ്രാവശ്യം എനിക്ക് ഒന്ന് ഫാഷനായി. ഇതിന്റെ തൊട്ട് മുമ്പ് നമ്മുടെ മുസ്തഫ ഇവിടെ അടുത്ത സമീപ സ്ഥലത്തുള്ള ഇയാൾ നടത്തിയൊരു കല്യാണം ഉണ്ടായിരുന്നു, ചർച്ച ചെയ്യപ്പെട്ടതാ, കേരളത്തിൽ മൊത്തം ചർച്ച ചെയ്ത. അത് ഇത്ര കൊടുത്തില്ല, ഇത് കുറച്ചും കൂടി വിശാലമായി. ഇത് ഷിയായിസത്തിന്റെ ഒരു കല്യാണം. ഈ നിക്കാഹ് നടത്തിയ വ്യക്തി ഔസാഫ്, അദ്ദേഹം കേരളത്തിലെ ഷിയ ഏജന്റ്.
ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഒരുപാട് ലേഖനങ്ങൾ അദ്ദേഹം എഴുതാറുണ്ട്. കുറെ കാലമായി ഈ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും പല സന്ദർഭങ്ങളിലും പല ഖുതുബകളിലും ഞാൻ സൂചിപ്പിച്ചതാ, കേരളത്തിൽ ഷിയായിസത്തിന്റെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നവരുണ്ട്. അത് ഇസ്ലാമികമായ അതിന്റെ സംസ്കാരത്തെ തച്ചുടക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അത് ഏറ്റുപിടിച്ചിട്ട് എന്റെ മോൾ തന്നെ അങ്ങനെ ആക്കണമെന്ന് വിചാരിക്കലല്ല, അതിന് നമ്മൾ പുതിയ മാനം കൊടുക്കലല്ല. അനിസ്ലാമികമാണെങ്കിൽ അത് അനിസ്ലാമികമാണ്, അതിന് കൂട്ടു നിൽക്കാൻ പാടില്ല. അങ്ങനെയാണ് നമ്മൾ അതിനെക്കുറിച്ച് കാണുന്നത്. ഒന്ന്. രണ്ടാമത്തെ ഒരു വിഷയം ഇപ്പോൾ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്ത് കൊടുക്കുന്നത് സൗഹൃദ ബാത്റൂം. കേട്ടു എന്നറിയില്ല, എറണാകുളം മഹാരാജാസ് കോളേജില് സൗഹൃദ ബാത്റൂം, ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് ബാത്റൂം. എന്തൊരു ആഭാസമാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. അതിനപ്പുറം ഇവിടെ നിയമം വരാൻ പോവുക, സൗഹൃദ വിവാഹം. അടുത്തത് നമ്മുടെ കേരളത്തിലെ ഈ സാംസ്കാരിക കേരളത്തിലാണ് ഇത് നടക്കാൻ പോകുന്നത്, സൗഹൃദ വിവാഹം. പണ്ട് ഉമർ ഖത്താബ് നിരോധിച്ചൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ, മുത്തുഅ വിവാഹം. തൽക്കാലം കുറച്ചു കാലത്തേക്ക് കല്യാണം കഴിക്കുക, എന്നിട്ട് പറ്റൂലെങ്കിൽ രണ്ടാളും പിരിയ, എന്നിട്ട് പിന്നെ വേറൊരാളെ കെട്ടുക, എന്നിട്ട് പിന്നെയും വേണം പിരിയ. ഈ ഒരു രീതിയിലേക്ക് സൗഹൃദ വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെ നമ്മുടെ രാജ്യം നടന്നു നീങ്ങുമ്പോ ബുദ്ധിയുള്ള, വിവേകമുള്ള, മജ്ജയുള്ള, തൻ്റെടമുള്ള നമ്മൾ ഇതിനെക്കുറിച്ച് കൃത്യമായ ബോധം ഉണ്ടാകണം. നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയൊക്കെ നടക്കണേ. നമ്മളെ മക്കളും ഈ ഒരു രീതിയിലേക്ക് വളർന്നു വരുമ്പോൾ ഒരു പേടി വേണ്ടേ നമ്മൾക്ക്? പരലോകം വേണ്ടേ നമ്മൾക്ക്? ഇവിടെ തന്നെ ജീവിച്ചാൽ മതിയോ? ഖബറിലേക്ക് പോകണ്ടേ? അത് കഴിഞ്ഞ് പരലോകത്ത് പോകണ്ടേ? ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കി ജീവിതം സംശുദ്ധമാക്കാൻ നമ്മളും നമ്മുടെ മക്കളും കുടുംബവും ഒന്നിച്ചൊന്നായി സ്വർഗത്തിലേക്ക് പോകണം. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ടത്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം മനസ്സിലാക്കി ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ, മുഅ്മിനുകളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി കിടക്കുന്നവർ വീടുകളിലും ആശുപത്രികളിലും ഒക്കെ കഴിഞ്ഞുകൂടുന്നവരുണ്ട്. അല്ലാഹു തആല അവിടെ രോഗങ്ങൾക്ക് ശിഫ നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ മരണത്തിന് കീഴടങ്ങിയിട്ടുള്ള ഓരോ ദിവസവും ആളുകൾ ഇങ്ങനെ മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ വിധിക്ക് ഒരു നാൾ നമ്മളും കീഴടങ്ങേണ്ടി വരും. അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്ത് അള്ളാഹുവിലേക്ക് തിരിച്ചു പോയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും, നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിതന്മാർ, പണ്ഡിതന്മാർ, അവർക്കൊക്കെ അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും അവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും സന്തോഷവും ഐശ്വര്യവും നൽകി അള്ളാഹുവെ ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ. അള്ളാഹ് ഞങ്ങൾക്കെല്ലാവർക്കും ഒന്നിച്ച് ഒന്നായി കുടുംബത്തെ ഒന്നായി സ്വർഗത്തിലേക്ക് പോകാൻ അള്ളാഹുവെ വിധി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ. അള്ളാഹ് اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين اللهم انصر المسلمين في فلسطين اللهم انصر المسلمين في غزة ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار